തന്റെ പൊന്നുമകളെ യാത്രയാക്കി സ്കൂളിലേക്ക് അയക്കുമ്പോൾ ആ അമ്മ പ്രതീക്ഷിച്ചു കാണില്ല അവളെ ഇനി കാണുന്നത് നിശ്ചലമായിട്ടായിരിക്കുമെന്ന്. ബാഗും ചോറ്റുപാത്രവും ആ ചോറ്റുപാത്രത്തിനുള്ളിൽ തന്റെ കുഞ്ഞനിയത്തിക്കായി മാറ്റിവെച്ച ഒരു കഷ്ണം കേക്കുമെല്ലാം ബാക്കി വെച്ച് നേദ്യമോൾ യാത്രയായിരിക്കുകയാണ്. കുറുമാനൂർ ചിന്മയ വിദ്യാലയത്തിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ നേദ്യയുടെ മരണം ഒരു നാടിനെ മുഴുവൻ കണ്ണീരണിയിച്ചിരിക്കുകയാണ്. പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി നേദ്യയുടെ ക്ലാസ്സിൽ കേക്ക് മുറിച്ച് ആഘോഷം നടത്തിയിരുന്നു. നേദ്യ തന്നെയായിരുന്നു കേക്ക് എല്ലാവർക്കും വിതരണം ചെയ്തിരുന്നത്. എല്ലാവർക്കും കൊടുത്ത ശേഷം കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിക്കുന്ന കുഞ്ഞനിയത്തി വേദക്ക് നൽകാനായി നേദ്യ ഒരു കഷ്ണം കേക്ക് തന്റെ ചോറ്റുപാത്രത്തിൽ സൂക്ഷിച്ചു വച്ചിരുന്നു. തുടർന്ന് സ്കൂൾ വിട്ട് കളിച്ചിരികളോടെ വരുന്നതിനിടെയാണ് നേദ്യയെ തേടി മരണമെത്തുന്നത്. ഓമനിച്ച് വളർത്തി വലുതാക്കിയ 2 കുരുന്നുകളെ രാവിലെ ഒരുക്കി സ്കൂളിലേക്ക് പറഞ്ഞുവിട്ട ശേഷമാണ് അമ്മയായ സീന തളിപ്പറമ്പിലെ ലോട്ടറി ഏജൻസി ഓഫീസിൽ ജോലിക്ക് പോയിരുന്നത്. വൈകിട്ടോടെയാണ് സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ട വിവരം സീന അറിയുന്നത്. തുടർന്ന് ആശ്വസിപ്പിക്കാനായി അയൽക്കാരും നാട്ടുകാരും വീട്ടിലേക്ക് എത്തി തുടങ്ങിയപ്പോൾ സീനയുടെ നെഞ്ചിൽ തീയായിരുന്നു. മകൾക്കൊന്നും സംഭവിക്കരുതേ എന്ന പ്രാർത്ഥനകൾ മാത്രമായിരുന്നു. നേദ്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എന്ന് മാത്രമാണ് എല്ലാവരും സീനയോട് പറഞ്ഞിരുന്നത്. രാവിലെ സ്കൂളിലേക്ക് പോയ മകൾ ഇനിയെത്തുന്നത് ചേതനയറ്റ ശരീരമായിട്ടാണെന്ന് ആർക്കാണ് ആ പെറ്റമ്മയോട് പറയാൻ കഴിയുക? തുടർന്ന് രാത്രിയേറെ വൈകിയാണ് മകളുടെ മരണവാർത്ത ആ അമ്മ അറിയുന്നത്. പിന്നീട് ആ വീട് ഒന്നടങ്കം കണ്ണീർക്കടലായി മാറുന്ന കാഴ്ചയാണ് കാണാനായത്. കണ്ണൂർ ശ്രീകണ്ഠാപുരം വളക്കയിൽ സ്കൂൾ ബസ് മറിഞ്ഞുള്ള അപകടത്തിൽ മരണപ്പെട്ട 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ നേദ്യ രാജേഷിന് നാട് വിട നൽകിയിരിക്കുകയാണ്. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കാറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാണ് ബസിന്റെ ഗ്ലാസ് നേദ്യ നീക്കുന്നത്. അതേ ഗ്ലാസിലൂടെ തന്നെ തെറിച്ചു വീണാണ് നേദ്യയുടെ മരണം സംഭവിക്കുന്നത്. പഞ്ചായത്ത് റോഡിൽ നിന്ന് നിയന്ത്രണം വിട്ട് കീഴ്മേൽ മറിഞ്ഞ ബസ് സംസ്ഥാന പാതയിലേക്ക് പതിക്കുകയായിരുന്നു. അപകടത്തിന്റെ ആഘാതത്തിൽ പുറത്തേക്ക് തെറിച്ചു വീണ ബസിന്റെ അടിയിൽപ്പെട്ടാണ് നേദ്യ മരണത്തിന് കീഴടങ്ങുന്നത്. അപകടശേഷം കുട്ടികളെത്തിച്ച തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലും സഹകരണ ആശുപത്രിയിലും സങ്കടക്കാഴ്ചകൾ തന്നെയായിരുന്നു. ഇറക്കമിറങ്ങുന്നതിനിടെ ബ്രേക്ക് പൊട്ടിയതാണ് അപകടത്തിന് കാരണമായതെന്നായിരുന്നു ഡ്രൈവർ നിസാം മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ ബ്രേക്ക് പൊട്ടിയിട്ടില്ലെന്നും MVD പരിശോധനയിൽ കണ്ടെത്തി. കൂടാതെ അപകടത്തിന് കാരണമായി കണക്കാക്കാൻ കഴിയുന്ന മറ്റ് മെക്കാനിക്കൽ തകരാറുകളൊന്നും ബസ്സിന് ഇല്ലെന്നും MVD പറഞ്ഞു. അത് ഇപ്പം അയാളോട് ചോദിച്ചപ്പോൾ ഒരു സൗണ്ട് കേട്ടു എന്ന് പറഞ്ഞു. ആ സൗണ്ട് കേട്ടത് അവിടുന്ന് നാട്ടുകാർ പറഞ്ഞ് അവിടെ ഒരു തിട്ടിയിൽ ഇടിച്ച സൗണ്ടാണ് എന്നാണ്. ചിലപ്പോൾ കൺട്രോൾ പോയിട്ടാവാം എന്ന് തോന്നുന്നു. അവിടുന്ന് മുതലാണ് മാർക്കിങ് കാണുന്നത്. ബാക്കി ഈ മാർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവൻ സ്റ്റെയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവുന്ന തോന്നുന്നു. അതിൽ മനസ്സിലാക്കാൻ അപകടത്തിന് കാരണമായത് അശാസ്ത്രീയമായി നിർമ്മിച്ച റോഡും ഡ്രൈവറുടെ ശ്രദ്ധക്കുറവുമെന്നാണ് MVDയുടെ പ്രാഥമിക നിഗമനം. അപകട സമയത്ത് ഡ്രൈവർ നിസാം വാട്സപ്പ് ഉപയോഗിച്ചു എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അപകടം നടന്ന 4:03 നിസാം വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിരുന്നു എന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. ഇക്കാര്യം പരിശോധിക്കുമെന്ന് MVD അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ഡ്രൈവർ ആ സമയത്ത് വളരെ വേഗത്തിലായിരുന്നു ബസ് ഓടിച്ചിരുന്നതെന്നും ബസ്സിലുണ്ടായിരുന്ന വിദ്യാർത്ഥി മൊഴി നൽകിയിട്ടുണ്ട്.